5ാം ക്ലാസ്സിലെ മിഡ് ടേം ഇവാലുവേഷൻ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. അറ്റംപ്റ്റ് എനി 5 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 ടു ആക്ടിവിറ്റി 7. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. 2 മുതൽ 7 വരെയുള്ള ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 5 എണ്ണം ചെയ്താൽ മതി. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. 5 മാർക്കാണ് ഇതിനുള്ളത്. അവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. നമുക്ക് കിട്ടിയിരിക്കുന്നത് മാറ്റർ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ പോയായിരിക്കും, ചിലപ്പോൾ ഒരു പ്രോസ് ആയിരിക്കും, ഒരു ഖണ്ഡികയായിരിക്കും. On a very hot day, on a holiday, we go to the beach, we go to the sea. The waves play a game, they say yes, I say no. The waves come up to me, and I run from the sea. They say no, I say yes, I run back to the wave. ഓൺ എ വെരി ഹോട്ട് ഡേ, ഒരു ചൂടുള്ള ദിവസം. ഓൺ എ ഹോളിഡേ, അതൊരു അവധി ദിവസമായിരുന്നു. വി ഗോ ടു ദ ബീച്ച്, ബീച്ച് എല്ലാവർക്കും അറിയാം, ബീച്ചിൽ പോയി. വി ഗോ ടു ദ സീ, ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ തീരമാണ്. വി ഗോ ടു ദ സീ, ഞങ്ങൾ കടലിൽ കാണാൻ പോയി, കടൽ തീരത്ത് പോയി എന്നാണ്. ദ വേവ്സ് പ്ലേ എ ഗെയിം, അവിടെ വേവ്സ് തിരമാലകൾ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ സേ യെസ്, തിരമാലകൾ യെസ് യെസ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഐ സേ നോ, അപ്പം ഞാൻ പറഞ്ഞു ഇല്ല 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 എന്ന് പറഞ്ഞു. തിരമാല വിളിച്ച ആരെങ്കിലും തിരമാലയുടെ വായിലേക്ക് ചെന്ന് ചാടുവോ? നോ. ദ വേവ്സ് കം അപ്പ് ടു മീ, ആ തിരമാല എൻ്റെ നേർക്ക് ഇങ്ങനെ ഉരുണ്ടു വന്നു. ഐ റൺ ഫ്രം ദ സീ, ഞാൻ കടലിൽ നിന്ന് കരയിലേക്ക് ഓടിക്കയറി. ദേ സേ നോ, ഐ സേ യെസ്, ഞാൻ ഓടിക്കയറിയപ്പോഴത്തേക്ക് അവരെന്ത് പറഞ്ഞു? നോ നോ നോ, പോകരുത് പോകരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനെന്ത് പറഞ്ഞു? ശരി ഇതാ വരാമെന്ന് പറഞ്ഞ് ഐ റൺ ബാക്ക് ടു ദ വേവ്, ഞാൻ തിരമാലയുടെ പിന്നാലെ ഓടി. അതായത് ഈ തിരമാല ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടി ബാക്കിലേക്ക് ഓടും, തിരമാല തിരിച്ചു പോകുമ്പോൾ കുട്ടി അതിൻ്റെ പിന്നാലെ ഓടും. നമുക്ക് തന്നിരിക്കുന്ന പ്രോസോ പോയിട്രി എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഡേ ദ ചൈൽഡ് വെന്റ് ടു ദ ഡാഷ്. എവിടേക്കാണ് പോയത്? ഒരു ദിവസം കുട്ടി എവിടേക്കാണ് പോയത്? അത് നമ്മൾ സീ എന്നും ബീച്ച് എന്നും ഉണ്ട്. നമ്മൾ ബീച്ചാണ് അവിടെ എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡേ വാസ് എ കൂൾ, ബി ഹോട്ട്, സി റെയിനി. അത് നമുക്കറിയാം, ഹോട്ട് ഡേ എന്ന് പോയട്രിയിൽ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്ലേസ് എ ഗെയിം വിത്ത് ദ ചൈൽഡ്. കുട്ടിയോടൊപ്പം കളിച്ചതാരാണ്? വേവ്സ്. ദ വേവ്സ് ആണ് കുട്ടിയോടൊപ്പം കളിച്ചത്. നാലാമത്തെ നോക്കാം, ഡസ് ദ ചൈൽഡ് ലൈക്ക് ടു പ്ലേ വിത്ത് ദ വേവ്സ്, പിക്ക് ഔട്ട് ദ ലൈൻ. ആ കുട്ടിക്ക് വേവ്സിൻ്റെ ഒപ്പം കളിക്കാൻ ഇഷ്ടമായിരുന്നോ? അത് സൂചിപ്പിക്കുന്ന ലൈൻ ഏതാണെന്നാണ്. അപ്പോൾ കുട്ടി തിരിച്ചങ്ങോട്ട് പോയില്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ കുട്ടി ആ ലാസ്റ്റ് ലൈൻ നോക്കൂ, ഐ റൺ ബാക്ക് ടു ദ വേവ്, ഞാൻ ആ തിരമാലയുടെ പിന്നാലെ ഓടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആ ഗെയിം ഇഷ്ടപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ലൈനാണ് നമ്മൾ എഴുതേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് സീ ഷോർ. സീ ഷോർ എന്ന വാക്കിൻ്റെ മീനിങ് വരുന്ന ഒരു വാക്ക് പോയിട്രിയിലുണ്ട്. അതേതാണെന്നാണ് ചോദിക്കുന്നത്. സീ ഷോർ എന്ന് പറഞ്ഞാൽ കടൽത്തീരമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ സീ എന്നൊന്നും എഴുതാൻ പാടില്ല, ബീച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2 സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ മിക്കവാറും ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പുതിയൊരു സ്കൂളിലേക്ക് ചെല്ലുകയാണ്, അപ്പം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒന്ന്, ഇൻട്രൊഡക്ഷൻ, ഒരു തുടക്കം വേണം. അതോടൊപ്പം തന്നെ നെയിം, ക്ലാസ്, ഏജ്, ഈ 3 കാര്യങ്ങളും കൂടി പറയുന്നത് നല്ലതാണ്. അതുപോലെ ഏത് പ്ലേസിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന് പറയണം. അതുപോലെ ഫാദർ, മദർ, ഇവരുടെ നെയിംസ് പറയാം. പിന്നെ നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ അത് പറയാം. ലൈക്ക് അല്ലെങ്കിൽ എബിലിറ്റി, ലൈക്ക് എബിലിറ്റി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ നമ്മളുടെ പ്രത്യേകിച്ച് കഴിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ ക്യാൻ സിങ് എന്നോ ഐ ക്യാൻ ഡാൻസ് എന്നോ ഒക്കെ, ഐ ക്യാൻ പെയിൻറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവസാനം നമ്മളൊരു താങ്ക്സ് പറയണം. അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ 4ലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തന്നെങ്കിൽ നമ്മൾ താങ്ക്സ് പറയണം. നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ കേട്ടുകൊണ്ടിരുന്നവർക്ക് നമ്മളൊരു താങ്ക്സ് പറയണം. അതാണ് ലാസ്റ്റ് പോയിന്റ്. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. ആക്ടിവിറ്റി 3 നോക്കാം. അതിന് 5 മാർക്സ് ആണുള്ളത്.
റീഅറേഞ്ച് ദ സ്റ്റോറി ദ കിസ്സിംഗ് ഹാൻഡ് ഇൻ പ്രോപ്പർ ഓർഡർ. ഒരു 5 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ 5 സെൻറ്റൻസസ് ആണ്. അത് സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ്, ക്രമം തെറ്റിച്ചിട്ടാണ് അതിൽ തന്നിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റോറിയുടെ ക്രമത്തിനെ റീഅറേഞ്ച് ചെയ്യണം. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ആൻസറാണ്, എല്ലാവരും നന്നായി വായിച്ച ഒരു പാഠമാണ് അത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആൻസർ എഴുതുന്നില്ല. യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. ആക്ടിവിറ്റി 4 നോക്കാം. ഇതിനും 5 മാർക്കാണ്. While planning a trip, we have to consider many things. What are the do's and don'ts while doing so? നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്, ഒരു പട്ടിക എഴുതാനാണ് പറയുന്നത്. നമ്മൾ സോഷ്യലൊക്കെ പീലീസ് വില്ലേജൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ട്രിപ്പ് പോവുകയല്ല, സ്കൂളിലാണെങ്കിലും നമുക്ക് ഇതേ ആൻസർ തന്നെ എഴുതാവുന്ന വിധത്തിൽ ജനറലായിട്ട് വരുന്ന പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡൂസ് എഴുതി എന്തൊക്കെയെന്ന് നോക്കാം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ സ്കൂളിൽ കറക്റ്റ് ടൈമിന് എത്തണം. ഇത് സ്കൂളിനെ കുറിച്ച് എഴുതുകയാണെങ്കിലും നമുക്കത് എഴുതാൻ പറ്റും. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ പെരുമാറാൻ പാടുള്ളൂ. ഇത് സ്കൂളിലാണെങ്കിലും ട്രിപ്പിന് പോകുമ്പോഴും നമുക്കിത് 2 സ്യൂട്ടബിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2ലും എഴുതാൻ പറ്റും. അടുത്ത ഡോണ്ട് പ്ലേ ഇൻ ദ റോഡ്. റെസ്പെക്റ്റ് അതേഴ്സ്. നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ടീച്ചേഴ്സിനെ ആണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പൊതുവായ കാര്യമാണ്, അത് നമുക്ക് ഉൾപ്പെടുത്താം. കീപ്പ് ലെഫ്റ്റ് ഓൺ റോഡ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വേണം പോകാൻ. അത് നമ്മൾ സ്കൂളിലാണെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിലും നമുക്കത് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ 2നും ചേരുന്ന ഡൂസാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോണ്ട് പുഷ് അതേഴ്സ്. മറ്റുള്ളവരെ തള്ളാൻ പാടില്ല. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തിരക്ക് കൂട്ടിയിട്ട് മറ്റുള്ളവരെ തള്ളിയിടാൻ പാടില്ല. ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്. നമ്മൾ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്. മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് ഡാമേജ് പബ്ലിക് പ്രോപ്പർട്ടീസ്. പൊതു മുതൽ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഇത് നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ് എന്നാക്കിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമുക്കിത് എല്ലാത്തിനും ചേരുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഡോണ്ട് ത്രോ ഗാർബേജ് ഹിയർ ആൻഡ് ദെയർ. നമ്മൾ ഗാർബേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ ഈ ഡൂസും ഡോൺസും നമുക്ക് ട്രിപ്പ് പോകുമ്പോഴും എഴുതാം, സ്കൂളിനെ കുറിച്ച് പറഞ്ഞാലും എഴുതാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കൂ. ഇത് മിക്കവാറും ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ. ക്വസ്റ്റ്യൻ നോക്കാം. ചെസ്റ്റർ വാസ് ഹോം സിക്ക് and doesn't want to go to school. His mother compels him prepare a likely conversation between Chester and his mother. ഇത് നമ്മൾ ടെസ്റ്റിൽ എഴുതിയതാണ്. ഈ വർഷം നമുക്ക് പുതിയ പുസ്തകം ആയതുകൊണ്ട് മിക്കവാറും ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. മാത്രമല്ല ഇപ്പം നമ്മൾ 5th സ്റ്റാൻഡേർഡിലേക്ക് വന്ന് ഫസ്റ്റ് ടൈം എക്സാമാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിലുള്ളത് തന്നെ ചോദിക്കുകയുള്ളൂ. അതേസമയം സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ആകുമ്പോൾ നമ്മൾ പുറത്തുള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ നമുക്ക് തന്നിട്ട് കോൺവെർസേഷൻ എഴുതാൻ പറയും. അപ്പോൾ ഇത് എല്ലാവരും പഠിച്ചു വയ്ക്കും. ഈ ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണിത്. അപ്പോൾ ഞാനിത് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ 6 നോക്കാം. ആക്ടിവിറ്റി 6 എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് 5th-ലും 6th-ലും 7th-ലും ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലെസൺ നന്നായി വായിച്ചാൽ മാത്രം മതി. ലെസൺ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ, ടു, ഫ്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ഉപയോഗിക്കണം എന്നൊരു ഐഡിയ വരും. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ എഡിറ്റിംഗ് കാണാതെ പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല. ആ കാര്യം എല്ലാവരും മനസ്സിൽ വയ്ക്കുക. റീഡിംഗ് ലെസൺ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലെസണിലുള്ള ഒരു പാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ടേസ്റ്റി അല്ല, ടോസ്റ്റി ആണ്. രണ്ടാമത്തത് ഷീ എന്നുള്ളതാണ്. അവിടെ എസ് സ്മാൾ ലെറ്ററാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ന്യൂ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലേ എഴുതാൻ പാടുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഷീ എന്നുള്ളത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത് ടേക്ക്. ഇത് ടെൻസാണ്. ടേക്ക് എടുക്കുക എന്നാണ്. ഇവിടെ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ടുക്കാണ് വേണ്ടത്. അടുത്ത ചെസ്റ്റർ ആണ്. ചെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേര്. ചെസ്റ്റേഴ്സ് ഹാൻഡ്, ചെസ്റ്ററുടെ കൈയാണ് എടുത്തത്. അപ്പോൾ ചെസ്റ്റേഴ്സ് എന്നാണ് വേണ്ടത്. അടുത്തത് ഹാൻഡ് വിത്ത്. ഹാൻഡ് വിത്ത് എന്നല്ല, ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് എന്നാണ്. ആക്ടിവിറ്റി 7 നോക്കാം. ഇതിനും 5 മാർക്സ് ആണ് ഉള്ളത്. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. Chester looks around. Here is what he sees. Describe it.
നമുക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് ഒരു ചോദ്യം ഉണ്ടാകും. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഇത് നമ്മൾ 5th ഫസ്റ്റ് ടേം ആയതുകൊണ്ട് നമുക്ക് ടെസ്റ്റിലുള്ള ഒരെണ്ണം തന്നെ ആയിരിക്കും തരാൻ സാധ്യതയുള്ളത്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ആക്ടിവിറ്റിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നോക്കാം. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ആൻ ഓഫീസ് റൂം. ഇൻ ദിസ് പിക്ചർ അതാണ് നമ്മൾ തുടക്കത്തിൽ എഴുതേണ്ടത്. ഇൻ ദിസ് പിക്ചർ അല്ലെങ്കിൽ ഇൻ ദിസ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്തത് ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് ABC സ്കൂൾ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതാം. നമുക്കവിടെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ തിങ്സോ ഉണ്ടെങ്കിൽ ദെയർ ഈസ് എ സീലിംഗ് ഫാൻ, അങ്ങനെ ദെയർ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ എ സീലിംഗ് ഫാൻ എന്ന് വെച്ചിട്ട് എഴുതാം. അതിൻ്റെ അടിയിൽ അങ്ങനെ ക്ലോക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദെയർ ഈസ് എ ക്ലോക്ക് ആൻഡ് എ കലണ്ടർ ഇൻ ദ ഓഫീസ് റൂം എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എ ക്ലോക്ക് ആൻഡ് എ കലണ്ടർ എന്ന് എഴുതാം. എല്ലാ സെൻറ്റൻസസും ദെയർ ഈസ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഒരു ബോറായിരിക്കും. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ദെയർ ഈസ് വെച്ച് എഴുതാം, ചിലതൊക്കെ ആ ഒബ്ജക്റ്റിൻ്റെ പേര് കൊണ്ട് തുടങ്ങാം. അതായത് എ ക്ലോക്ക്, എ കലണ്ടർ, എ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇതിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും നന്നായി പഠിക്കുക. ഈ മോഡലിലുള്ള ചോദ്യമായിരിക്കും തീർച്ചയായിട്ടും ഓണപരീക്ഷയ്ക്ക് വരുന്നത്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ.